ഗൈസ് ഒരേ ഒരു ചലഞ്ച്, ഒറ്റ ചലഞ്ച്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അതാണ് ഈ റിയൽ പ്രോബ്ലം. ഗൈസ് ഞാൻ നിങ്ങളോട് 3 മിനിറ്റ് ആവശ്യപ്പെടുന്നുള്ളൂ. ഈ 3 മിനിറ്റ് നിങ്ങൾ ഇരുന്നാൽ ബാക്കി നിങ്ങളുടെ ലൈഫ് ഞാൻ സേവ് ചെയ്യും. ട്രസ്റ്റ് മീ ഗൈസ്. ലാസ്റ്റ് വീക്കിലാണ് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ദാറ്റ് റിസൾട്ട് വാസ് ഷോക്കിംഗ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യുകയുണ്ടായി. അതായത് 7 മണിക്കൂറോളം മാത്രം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സമയം ചെലവാക്കി. മീൻസ് ഒരു ദിവസത്തിലെ 6 മണിക്കൂർ ഞാൻ ഷോർട്സ് കാണാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ സമയം കളഞ്ഞു. എനിക്ക് ഉറപ്പാണ് 80% ആൾക്കാരും ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഡെയിലി ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, നമ്മളല്ല റീൽസ് കാണുന്നത്, റീൽസ് ആണ് നമ്മളെ കാണുന്നത്. അതായത് നമ്മൾ ഒരു ദിവസം 6 മണിക്കൂർ റീൽസ് കണ്ടാൽ നമ്മൾ ഒരു വീക്കിൽ 42 മണിക്കൂറാണ് ഗൈസ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഒരു മന്തിൽ 180 മണിക്കൂർ, അതായത് ഒരു വർഷമാകുമ്പോൾ 2190 മണിക്കൂർ. അതായത് ഒരു വർഷത്തിൽ 3 മാസമാണ് ഗൈസ് നമ്മൾ റീൽസ് മാത്രം കണ്ട് നമ്മുടെ സമയം കളയുന്നത്. നിങ്ങൾ എപ്പോഴേലും ഈ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരു പാർട്ട് ടൈം ജോബ് പോലെ ഞാൻ സമയം വേസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. ഇതാണ് പലർക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ശരാശരി ഒരു ദിവസം 6 മണിക്കൂറാണ് ഞാൻ റീൽസിന് വേണ്ടി മാത്രം ചെലവാക്കുന്നത്. ദിസ് ഈസ് റിയാലിറ്റി ബ്രോ. ദിസ് ഈസ് ദ ട്രൂ റിയാലിറ്റി ഗൈസ്. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി നമുക്ക് സ്റ്റെപ്സ് എടുക്കാൻ സമയമായി കഴിഞ്ഞു. ഇനിയും നമ്മൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം, യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ് ഗൈസ്. ഇനി പറയാൻ പോകുന്നത് ഞാൻ എനിക്ക് വേണ്ടി എടുത്ത കുറേ സ്റ്റെപ്സുകളുണ്ട് ഈ ഒരു അഡിക്ഷൻ മാറ്റാൻ വേണ്ടി. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1 എന്ന് വെച്ചാൽ സെറ്റ് എ ഡെയിലി ലിമിറ്റ്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോഴും യൂട്യൂബിൽ കയറുമ്പോഴും ഡെയിലി 15 മിനിറ്റ് മാത്രം, ഡെയിലി 15 മിനിറ്റ് മാത്രം ഷോർട്സിന് വേണ്ടി ഉപയോഗിക്കുക ഗൈസ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡെയിലി ഡിറ്റോക്സ് എവരി വീക്ക്. അതായത് ഒരു വീക്കിൽ നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കുക നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ലൈക്ക് ആ ഒരു ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കില്ല, ഒരു റിഫ്രഷ്മെന്റ് ദിവസം. അതാണ് ഞാൻ എടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത 3ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റീപ്ലേസ് ബട്ട് ഡോണ്ട് ജസ്റ്റ് റിമൂവ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഇത്രയും നേരം ഷോർട്സ് കാണും, കുറേ നേരം ഷോർട്സ് കൊണ്ട് നമ്മുടെ സമയം കളയുന്നു. അതിന് പകരം വലിയ ഉപകാരപ്പെടുന്ന പോഡ്കാസ്റ്റ്, ഓഡിയോ ബുക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമുക്ക് വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടി സമയം കണ്ടെത്തുക, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. റീൽസ് കണ്ടെന്ന് വെച്ച് നമുക്ക് ഒന്നും ഒരു പോസിറ്റീവ് സംഭവിക്കാൻ പോകുന്നില്ല ഗൈസ്. ഈ ഒരു രീതി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ഈ ഒരു 3-4 സ്റ്റെപ്പ് നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ മാറ്റം തന്നെ സംഭവിക്കും. എന്ന് വെച്ച് ഉടനെ തന്നെ നിങ്ങൾ ഇതെല്ലാം മാറുമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു അഡിക്ഷൻ അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. ബട്ട് നിങ്ങൾ പെയ്യെ ഡേ ബൈ ഡേ ആയിട്ട് നിങ്ങൾ മാറും, ഷുവറാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നും ഞാൻ പറയില്ല ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫലപ്രദമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം, എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 1% നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം. ഞാൻ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് വരും. ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു ഗൈസ്.